ഓസ്കാർ അടുത്ത ദിവസം രാവിലെ ഉണർന്നപ്പോൾ ജൂവൻ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. തലേന്ന് രാത്രിയിലെ അവൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ഓസ്കിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നു. അങ്ങനെ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. സംശയം തോന്നിയ ഓസ്കാർ റായിം ഉള്ള ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് റായിം മിസ്സിംഗ് ആണ് എന്നുള്ള വാർത്ത അവിടെ ഉണ്ടായിരുന്ന ജെങ്സു അറിഞ്ഞു കഴിഞ്ഞിരുന്നു. അവൻ അതിൻ്റെ പേരിൽ നഴ്സുമാരോട് വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ജൂവണ്ണും മിസ്സിംഗ് ആണല്ലോ, അവൻ അവളെയും കൊണ്ട് മഴയുള്ള സ്ഥലത്തേക്കാണ് പോയിരിക്കാൻ സാധ്യത എന്ന് ഓസ്കയ്ക്ക് തോന്നുന്നു. അതിനെപ്പറ്റി ജെങ്സുവിനോട് പറയുന്നുണ്ട്. അങ്ങോട്ടേക്ക് വരുന്ന വഴി മഴ പെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെപ്പറ്റിയും ഓസ്കാർ നോക്കിയിരുന്നു. 3 സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും മഴ പെയ്യാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് 2 വഴിക്കായി പിരിഞ്ഞ് അന്വേഷിക്കാമെന്ന് ഓസ്കാർ പറയുന്നു. ഓൾറെഡി പോലീസിലും ഓസ്കാർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ 2 പേരും കൂടി 2 വഴിക്കായി പോകാൻ തുടങ്ങുന്ന സമയത്താണ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് അവരെ ഒരു സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നറിയിക്കുന്നത്. അങ്ങനെ 2 പേരും കൂടി വേഗം അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. അവർ ചെല്ലുന്ന ആ സമയത്ത് ഇവരെ ആംബുലൻസിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കയറ്റാൻ തുടങ്ങുകയായിരുന്നു. 2 പേർക്കും ഇപ്പോൾ ബോധമില്ല. സിയോളിൽ അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ഓസ്കാർ 2 പേരെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. ജങ്സുവും അപ്പോഴേക്കും അവിടെ എത്തുന്നുണ്ട്. അവനോട് വിവരം പറഞ്ഞ് 2 പേരും തിരികെ പുറപ്പെടുന്നു. ഓസ്കാർ ജൂവന്റെ ഡോക്ടറെ വിളിച്ച് വിവരം പറഞ്ഞതിനാൽ അവർ ചെല്ലുന്ന സമയത്ത് അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ 2 പേരെയും ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ 2 പേർക്കും ടെസ്റ്റുകൾ നടത്തിയതല്ലാതെ കണ്ടീഷനെ കുറിച്ച് ഇപ്പോഴൊന്നും അറിയാൻ പറ്റിയിട്ടില്ല. കുറച്ച് സമയം കഴിഞ്ഞേ റിസൾട്ട് കിട്ടുകയുള്ളൂ എന്ന് ഡോക്ടർ അവരെ അറിയിക്കുന്നു. റായിമിനെയും കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് പോയ ജൂവനും ഇപ്പോൾ കോമയിലാണ് എന്നുള്ള വിവരം അവൻ്റെ അമ്മയും അറിയുന്നു. അവർ ആകെ വിഷമത്തിലാവുന്നുണ്ട്. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്യുന്നു. ജൂവനും റായിമിനും ഇതുവരെ ബോധം വീണിട്ടില്ല. അതുകൊണ്ട് റായിമാണോ ജൂവനാണോ ഉണരുന്നത് എന്നുള്ള കാര്യത്തിൽ ഓസ്കയ്ക്കും ജെങ്സുവിനും ഇതുവരെ ഉറപ്പായിട്ടില്ല. അവൻ്റെ പ്രശ്നം എന്താണ് എന്ന് ഡോക്ടർമാർക്കും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പേരിൽ അമ്മ അവൻ്റെ ഡോക്ടറോട് വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരു സിസ്റ്റർ വന്നിട്ട് അവൻ ഉണർന്നിട്ടുണ്ട് എന്ന് അറിയിക്കുന്നത്. അങ്ങനെ അവർ വേഗം അവൻ്റെ അടുത്തേക്ക് പോകുന്നു. ഈ സമയത്ത് ഓസ്കാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ജൂവന്റെ സ്ഥാനത്ത് ഉണർന്നത് റായിമാണ്. ഓസ്കയെ കണ്ടപ്പോൾ തന്നെ അവൾ കരഞ്ഞുകൊണ്ട് ഇവിടെ മഴ പെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇത് റായിമാണ് എന്ന് ഓസ്കയ്ക്ക് മനസ്സിലാവുന്നു. അപ്പോഴാണ് അവൻ്റെ അമ്മ അങ്ങോട്ടേക്ക് വന്നത്. ജൂവൻ ആണ് എന്ന രീതിയിലാണ് അവർ അവരോട് സംസാരിക്കുന്നത്. റായിം പക്ഷെ അവർ പറയുന്നതൊന്നും കേൾക്കാതെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അവരോട് സോറിയും പറയുന്നുണ്ട്. ജൂവൻ എവിടെയാണ് എന്ന് ഓസ്കയോട് ചോദിക്കുകയും ചെയ്യുന്നു. അമ്മയും ഡോക്ടറുമൊക്കെ അത് കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. നീ ഇവിടെ തന്നെ ഉണ്ടല്ലോ, പിന്നെ എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നൊക്കെ അവർ പേടിയോടെ ചോദിക്കുന്നുണ്ട്. അവൻ്റെ മനസ്സിന് എന്തെങ്കിലും കുഴപ്പം പറ്റുമോ എന്നാണ് അവരുടെ പേടി. അവൾ അപ്പോൾ തന്നെ അവൻ കിടക്കുന്ന മുറിയിലേക്ക് എത്തുന്നു. ജങ്സു അപ്പോഴും അവിടെ നിൽപ്പുണ്ട്. ജൂവനെ കണ്ടപ്പോൾ ആരാണ് അത് എന്നറിയാതെ ജങ്സുവും ആകെ കൺഫ്യൂഷൻ ആവുന്നു. അവളുടെ റിയാക്ഷൻ കണ്ടപ്പോൾ റായിമാണ് അതെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇനി ഒരിക്കലും ഉണർന്ന് എഴുന്നേൽക്കില്ല എന്ന് മനസ്സിലായി. അവൻ എന്നെ മഴയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഞങ്ങളുടെ ശരീരം സ്വിച്ച് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് കരുതി അവളെ വീണ്ടും കണ്ടതിൻ്റെ ആശ്വാസത്തോടെ ജങ്സ് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ടാണ് ജൂവൻ്റെ അമ്മ അങ്ങോട്ടേക്ക് കയറി വന്നത്. അവർ വേഗം ചെന്ന് അവരെ പിടിച്ച് മാറ്റുന്നു. കുറച്ച് ബോഡി ഗാർഡ്സുമായിട്ടായിരുന്നു അവർ വന്നത്. ജൂവനെ അവിടെ നിന്ന് അവർ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ ജെങ്സ് അവരെ തടയുന്നുണ്ട്. പക്ഷേ റായും അവർക്കൊപ്പം പോകാൻ തയ്യാറാവുന്നു. ജൂവൻ തനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തപ്പോൾ അവൻ്റെ ഡ്യൂട്ടി ചെയ്യേണ്ടത് തൻ്റെ കടമയാണ് എന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടാവണം. അങ്ങനെ അവൾ തൽക്കാലം അവർക്കൊപ്പം പോകുന്നു. വീട്ടിലെത്തിയ ശേഷം കുറേ ഡോക്ടേഴ്സിനെ അങ്ങോട്ടേക്ക് വരുത്തി അവർ അവനെ ഫുൾ ചെക്കപ്പ് ഒക്കെ നടത്തുന്നുണ്ട്. അവന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ആശ്വാസമായത്. ഡോക്ടേഴ്സൊക്കെ പോയ ശേഷം അവൻ അവിടെ നിന്ന് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറേ ബോഡി ഗാർഡ്സിനെ അറേഞ്ച് ചെയ്ത ശേഷമാണ് അമ്മയും പോയത്. റായിമിന് ആ ബോഡി ഗാർഡ്സ് ഒന്നും അത്ര വിഷയമല്ലല്ലോ. അവൾ ജൂവനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഓസ്കാർ അവളെ തടയുന്നു. ജൂവനെ നഷ്ടപ്പെട്ടതിൻ്റെ വിഷമം ഓസ്കയ്ക്ക് ശരിക്കുമുണ്ട്. ആൻറ്റിക്കും സ്വന്തം മകനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം ഒരു ദിവസത്തേക്കെങ്കിലും റായും അവർ ആഗ്രഹിക്കുന്നത് പോലെ അവിടെ അടങ്ങിയിരിക്കാൻ ഓസ്കാർ നിർദ്ദേശിക്കുന്നു. അവർക്ക് വന്ന നഷ്ടത്തെക്കുറിച്ച് റായും ഇതുവരെ ചിന്തിച്ചിരുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഓസ്കാർ പറയുന്നതനുസരിച്ച് അവിടെ നിൽക്കാൻ അവൾ തയ്യാറാവുന്നു. അതിനുശേഷം ഓസ്കാർ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയി ജൂവനെ കാണുന്നുണ്ട്. നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നതല്ല. ഇതിനുവേണ്ടിയായിരുന്നു ഇന്നലെ നീ എന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത്. നിനക്ക് ഞങ്ങളെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കാമായിരുന്നില്ല. ഇപ്പോൾ നീ അവളെ രക്ഷപ്പെടുത്തുന്നത് മാത്രമാണോ ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ നിന്ന് കുറേ സമയം കരയുന്നുണ്ട്. ജൂവൻ പറഞ്ഞതുപോലെ അവൻ്റെ ഒപ്പം ഒരു ഫോട്ടോ എടുക്കാൻ കഴിയാതെ പോയതിലും ഓസ്കാർ ശരിക്കും വിഷമിക്കുന്നു. റായും ഒരു ദിവസം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അധിക സമയം ജൂവനെ കാണാതിരിക്കാൻ അവൾക്ക് കഴിയുന്നില്ല. അടുത്ത ദിവസം രാത്രിയായപ്പോൾ ബോഡി ഗാർഡ്സിനെയൊക്കെ അടിച്ചൊതുക്കിയിട്ട് അവൾ അവനെ മീറ്റ് ചെയ്യാനായി പോകാൻ ഇറങ്ങുന്നു. ആ സമയത്താണ് അവിടുത്തെ ജോലിക്കാരി പോസ്റ്റിൽ വന്ന കുറേ സാധനങ്ങളുമായി അങ്ങോട്ടേക്ക് വന്നത്. അക്കൂട്ടത്തിൽ ജൂവൻ അവൾക്ക് വേണ്ടി അയച്ച കത്തുമുണ്ടായിരുന്നു. അതിൽ എഴുതിയിരിക്കുന്ന പേര് കണ്ടപ്പോൾ അത് അവൻ എഴുതിയതാണ് എന്ന് സംശയം തോന്നുന്നതിനാൽ അവൾ അത് വാങ്ങി നോക്കുന്നുണ്ട്. വണ്ടിയിലിരുന്നുകൊണ്ടാണ് അവളത് വായിച്ചത്. റായുമാണത് വായിക്കുന്നത് എന്ന രീതിയിൽ തന്നെയാണ് നമ്മളെ കാണിക്കുന്നത്. അവൾക്കത് വായിച്ചപ്പോൾ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. അതിനുള്ളിലിരുന്ന് അവൾ ഒരുപാട് സമയം കരയുന്നുണ്ട്. അതിനുശേഷം അവനെ മീറ്റ് ചെയ്യാനായി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവൾ ചെല്ലുമ്പോൾ ജൂവൻ്റെ മുറിയുടെ മുന്നിലായി ജെങ്സ് ഇരുന്ന് മയങ്ങുന്നുണ്ട്. അവൾ അവനെ വിളിച്ചുണർത്തുന്നു. ഇവിടെ തനിച്ചാണ് എന്നറിഞ്ഞാൽ അവനെ പേടി തോന്നിയാലോ എന്ന് കരുതി ഞാനിവിടെ കൂട്ടിരിക്കുകയായിരുന്നു എന്ന് ജെങ്സ് പറയുന്നുണ്ട്.
അവൻ അങ്ങനെ അവിടെ ജുവന് കൂട്ടിനുള്ളതിന് നന്ദി പറഞ്ഞിട്ടാണ് റായും അകത്തേക്ക് കയറിയത്. അകത്ത് കയറി കഴിയുമ്പോഴും റായും ജുവനും പരസ്പരം മാറിയതുപോലെയാണ് നമ്മളെ കാണിക്കുന്നത്. അവൾ അവൻ്റെ അടുത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് കുറേ നേരം ഓരോന്നൊക്കെ പറയുന്നുണ്ട്. നീ ചെയ്തതുപോലെ തന്നെ മഴയുള്ള സ്ഥലത്തേക്ക് ഞാനും നിന്നെ കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തിരുന്ന് തന്നെ മയങ്ങുന്നു. ഈ സമയത്ത് റായിമിൻ്റെ അച്ഛൻ ഏതോ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ആ പൂക്കൾ കൊണ്ടുണ്ടാക്കിയ വൈൻ പാത്രത്തിൽ അവരെ രണ്ടുപേരെയും കാണിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ റായിമും ജുവനും ഓരോ സ്വപ്നം കാണാൻ തുടങ്ങുന്നു. മുമ്പ് ആയോങ് റായിമിനോട് പറഞ്ഞ സ്വപ്നത്തിലേതുപോലെ മനോഹരമായ ഒരു സ്ഥലത്ത് ഒരു ടേബിൾ അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. അതിൻ്റെ ഇരുവശത്തുമായി നല്ല വസ്ത്രങ്ങൾ ധരിച്ച് റായിമും ജുവനും എത്തിയിരിക്കുകയാണ്. അവരെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചിരിക്കുന്നത് അവളുടെ അച്ഛനാണ്. അദ്ദേഹം മുമ്പ് അവർക്ക് സമ്മാനിച്ചതുപോലെയുള്ള ഒരു കുപ്പി വൈൻ എടുത്ത് അവരെ കാണിച്ചിട്ട് മാജിക്ക് തുടങ്ങിയതും അവസാനിക്കാൻ പോകുന്നതും ഈ വൈനിലൂടെയാണ് എന്ന് പറഞ്ഞ് അവർക്ക് രണ്ടുപേർക്കും വൈൻ ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങുന്നു. ജുവന് ഒഴിച്ചു കൊടുത്ത സമയത്ത് നീ എനിക്ക് തന്ന വാക്ക് മറന്നു പോയതിൽ എനിക്ക് വിഷമമില്ല. അന്ന് പറഞ്ഞതിൽ കൂടുതൽ നീ എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞിരിക്കുന്നുവെന്ന് അവനോട് പറയുന്നുണ്ട്. ഇത്രയും കാലം വിഷമിച്ചതും കരഞ്ഞതുമൊക്കെ മതി. ഇനി മുതൽ നീ എന്തും സ്നേഹിക്കപ്പെടണം എന്നൊക്കെ റായിമിനോടും അവൾക്ക് വൈൻ ഒഴിച്ചു കൊടുത്ത സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം മാജിക് ഇനി അവസാനിക്കാൻ പോവുകയാണ് എന്ന് രണ്ടുപേരോടും കൂടി പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നു. രണ്ടുപേരും വൈൻ കുടിക്കുന്നുണ്ട്. അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് റോസാപ്പൂവിൻ്റെ ഇതളുകൾ മഴ പോലെ അവിടെ പെയ്യാൻ തുടങ്ങുന്നുണ്ട്. റായിമും ജുവനും സ്വപ്നം കാണുന്ന രീതിയിലാണല്ലോ ഇത് കാണിക്കുന്നത്. നേരത്തെ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഹോസ്പിറ്റലിലായിരുന്നല്ലോ. ഇപ്പോൾ ജുവൻ കിടക്കുന്നത് അവൻ്റെ ബെഡ്റൂമിലാണ്, റായും ഹോസ്പിറ്റലിലും. സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കണ്ണു തുറക്കുന്നുണ്ട്. ജുവൻ അവൻ്റെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി താഴേക്ക് പോകുന്നു. ആ മുറിക്കുള്ളിൽ നിറയെ റോസാപ്പൂക്കൾ വീണ് കിടക്കുന്നത് കാണാം. അതേപോലെ തന്നെ റായിമ്മ ഹോസ്പിറ്റൽ ബെഡിൽ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ഏത് രൂപത്തിലാണ് താൻ തിരിച്ചെത്തിയിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അവൾ വേഗം അവിടെ ഇരുന്ന ഒരു പാത്രത്തിൽ തൻ്റെ മുഖം നോക്കുന്നുണ്ട്. റായും തന്നെയാണ് എന്നറിഞ്ഞപ്പോൾ അവൾക്ക് ആശ്വാസമാവുന്നു. ജുവന് എന്ത് സംഭവിച്ചു എന്നറിയാൻ അവൾ അപ്പോൾ തന്നെ പുറത്തേക്ക് ഓടുന്നുണ്ട്. അവൾ കിടന്നിരുന്ന ഹോസ്പിറ്റൽ മുറിയിലും നിറയെ റോസാപ്പൂക്കൾ വീണ് കിടക്കുന്നത് കാണാം. ജുവൻ ഈ സമയം ബാത്റൂമിനുള്ളിലായിരുന്നു. അവിടെ കണ്ണാടിയിൽ തൻ്റെ രൂപം കണ്ട് അവൻ ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. ആ സമയത്താണ് ഓസ്ക അവിടേക്ക് വന്നത്. റായുമാണ് അത് എന്ന രീതിയിലാണല്ലോ ഓസ്ക സംസാരിക്കുന്നത്. ഓസ്കയെ കണ്ടപ്പോഴും ജുവൻ ആകെ അമ്പരക്കുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ആയത്, നീ എപ്പോഴാണ് ഇങ്ങനെ ആയത് എന്നൊക്കെ അവൻ ഓസ്കയോട് ചോദിക്കുന്നു. അവൻ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ഓസ്കയ്ക്ക് മനസ്സിലാവുന്നില്ല. ആദ്യം റായുമാണ് എന്നാണ് കരുതിയതെങ്കിലും പിന്നീട് അത് ജുവൻ ആണ് എന്ന് ഓസ്കയ്ക്ക് മനസ്സിലാവുന്നു. അവൻ തിരിച്ചെത്തിയതിൻ്റെ സന്തോഷത്തോടെ ഓസ്ക അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷെ ജുവൻ അവനെ തള്ളി മാറ്റിയിട്ട് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നല്ലോ, ഇവിടെ എങ്ങനെ എത്തി, എൻ്റെ ഫ്രണ്ട്സൊക്കെ എവിടെ, അവരൊക്കെ സേഫ് ആണോ എന്ന് ചോദിക്കുന്നു. ഏത് ഫ്രണ്ട്സിനെ കുറിച്ചാണ് അവൻ പറയുന്നതെന്ന് ഓസ്കയ്ക്ക് മനസ്സിലാവുന്നില്ല. പിന്നീടാണ് 21ാമത്തെ വയസ്സിൽ നടന്ന ആക്സിഡൻറ്റിനെ കുറിച്ചാണ് അവൻ പറയുന്നത്. അവനിപ്പോൾ 21 വയസ്സിൻ്റെ ഓർമ്മ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഓസ്കയ്ക്ക് മനസ്സിലാവുന്നത്. അന്ന് ഒരു ബിൽഡിങ്ങിന് തീപിടിച്ച സമയത്ത് അതിൻ്റെ ലിഫ്റ്റിനുള്ളിലാണ് അവൻ കുടുങ്ങിപ്പോയത്. അന്ന് അവിടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സൊക്കെ രക്ഷപ്പെട്ടോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അവൻ തിരിച്ച് വന്നെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് എന്നറിഞ്ഞ ഓസ്ക ആകെ ഷോക്കാവുന്നു. ഓസ്ക അപ്പോൾ തന്നെ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ജിയനെ കാണിക്കുന്നുണ്ട്. അവൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവൻ മറ്റൊരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഡോക്ടർ ജുവനെ പരിശോധിച്ച ശേഷം ഓസ്കയുടെ അടുത്തേക്ക് ചെല്ലുന്നു. 13 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആക്സിഡൻറ്റിന് മുമ്പ് വരെയുള്ള ഓർമ്മകളെല്ലാം ജുവന് തിരിച്ചു കിട്ടിയിരിക്കുന്നു. പക്ഷേ അതിന് ശേഷം നടന്നതൊന്നും അവന് ഓർമ്മയില്ല. ഇപ്പോൾ 21 വയസ്സാണ് എന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. 34 വയസ്സായി എന്ന് പറഞ്ഞിട്ട് അവനത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അന്നൊക്കെ എത്രയും പെട്ടെന്ന് വലുതാവണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. പെട്ടെന്ന് ഒരു ദിവസം ആഗ്രഹം സാധിച്ചതുപോലെയാണ് അവനിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അവൻ്റെ ഓർമ്മകൾ ചിലപ്പോൾ തിരികെ കിട്ടിയേക്കും എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ഓസ്കയെ സമാധാനിപ്പിക്കുന്നു. ആക്സിഡൻറ്റിനെ പറ്റി ഓർമ്മയുണ്ടെങ്കിലും ആക്സിഡൻറ്റിൽ അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഫയർ ഫൈറ്റർ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് അവന് ഓർമ്മയില്ല എന്നും ഡോക്ടർ അവനെ അറിയിക്കുന്നുണ്ട്. ജുവൻ ഓൾറെഡി വീട്ടിലേക്ക് പോയി കഴിഞ്ഞിരുന്നതിനാൽ അവർ രണ്ടുപേരും കൂടിയാണ് വീട്ടിലേക്ക് പോയത്. അവർ ചെല്ലുന്ന സമയത്ത് ജുവൻ ആ വീടൊക്കെ നോക്കി കാണുകയായിരുന്നു. അങ്ങനെ ഒരു വീടുണ്ടാക്കിയതൊന്നും അവൻ്റെ ഓർമ്മയിലില്ല. ആരാണ് ഈ വീട് ഡിസൈൻ ചെയ്തത് എന്നൊക്കെ അവൻ ഓസ്കയെ കണ്ടപ്പോൾ ചോദിക്കുന്നു. ന്യൂയോർക്കിൽ നിന്ന് ഒരു ഡിസൈനറെ നീ പിടിച്ചു വലിച്ച് ഇവിടെ കൊണ്ടുവന്ന ഇതിൻ്റെ ഓരോ കട്ടയും എങ്ങനെ വേണമെന്ന് വരെ പറഞ്ഞാണ് ഇത് ഡിസൈൻ ചെയ്യിച്ചത്. ഇത് നീ തന്നെ ഉണ്ടാക്കിയ വീടാണ് എന്നൊക്കെ ഓസ്ക അവനോട് പറഞ്ഞപ്പോൾ സ്വന്തം കഴിവിൽ അവൻ അഭിമാനിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഓർമ്മകൾ ഇല്ലെങ്കിലും അവൻ തിരികെ വന്നതിൽ ഓസ്കയ്ക്കും സന്തോഷം തന്നെയാണ്. 21 വയസ്സുള്ള അവനെ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അവൻ തിരികെ എത്തിയതിൽ സന്തോഷമുണ്ട് എന്നൊക്കെ ഓസ്ക ഡോക്ടറോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് റായും അവിടെ എത്തിയത്. ജുവൻ ഒരു കുഴപ്പവുമില്ലാതെ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസമാവുന്നു. അവനാണെങ്കിൽ അവളെ മനസ്സിലാവുന്നത് പോലുമില്ല. അവന് ഓർമ്മയില്ല എന്നൊന്നും അറിയാതെ റായും ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ജുവൻ ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. നിന്നോട് അങ്ങനെയൊക്കെ ചെയ്യാൻ ആര് പറഞ്ഞു? നിന്നെ ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് കരുതി ഞാൻ ആകെ പേടിച്ചു പോയി എന്നൊക്കെ റായം നേരെ നിന്ന ശേഷം കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ജുവൻ ഇപ്പോഴും ഒരു എത്തും പിടിയും കിട്ടാതെ നിൽക്കുകയാണ്. പക്ഷേ മുമ്പ് അവളെ എവിടെയോ അവൻ കണ്ടിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ വെച്ചാണ് എന്ന് തോന്നുന്നുവെന്നും അവൻ പറയുന്നു. അങ്ങനെ അവൻ പറഞ്ഞപ്പോൾ അവന് അവളെ ഓർമ്മ വന്നതാണോ എന്ന് ഓസ്കയും ഡോക്ടറും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ
അങ്ങനെ ആയിരുന്നില്ല. ജുവൻ അവളെക്കുറിച്ച് മാറ്റി നിർത്തിയിട്ട് റായിം ആരാണ്? ഞാൻ ഉണർന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ആദ്യത്തെ പേര് അതാരാണ് എന്ന് അവൻ ചോദിക്കുന്നു. അവന് ഓർമ്മകൾ നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് റായിമിന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അവൻ്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവനിപ്പോൾ 21 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ. താൽക്കാലികമാണ് എന്നാണ് തോന്നുന്നത്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എല്ലാം ശരിയായിക്കോളും, അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഓസ്കയും ഡോക്ടറും കൂടി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവൻ തന്നെ മറന്നുപോയി എന്നറിഞ്ഞപ്പോൾ റായിമിന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. അവൾ അവിടെ നിന്ന് കരയാൻ തുടങ്ങുന്നുണ്ട്. അവൾ കരയുന്നത് കണ്ടപ്പോൾ നീ എന്തിനാണ് കരയുന്നത്? നീയാണോ റായിം എന്ന് അവൻ ചോദിക്കുന്നു. അതെ എന്ന് അവൾ സമ്മതിക്കുന്നുണ്ട്. അവൻ്റെ ഓർമ്മകൾ തിരികെ കിട്ടാൻ ഏറ്റവും നല്ല വഴി അവൾ തന്നെയാണ്. അവരെ അവരുടെ വഴിക്ക് വിടുന്നതാണ് നല്ലത് എന്ന് ഓസ്കിക്കും ഡോക്ടർക്കും തോന്നുന്നതിനാൽ അവർ അവിടെ നിന്ന് പോകുന്നുണ്ട്. ജുവൻ കുറച്ച് മാറി നിന്ന് അവളെ അടിമുടിയൊന്ന് നോക്കിയിട്ട് നീ തന്നെയാണോ ഞാൻ പറഞ്ഞ റായിം? ഇതല്ലാതെ വേറെ റായിം ഒന്നുമില്ല എന്ന് ഉറപ്പാണോ? നിനക്ക് എത്ര വയസ്സുണ്ട്? നിന്റെ ജോലി എന്താണ് എന്നൊക്കെ അവളോട് ചോദിക്കുന്നു. അവൻ അവളെ പരിചയപ്പെട്ട സമയത്തെ അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു ഇപ്പോഴും അവന്. അതുകൊണ്ട് തന്നെ റായിമിന് അതിൽ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. അവൻ ചോദിച്ചതിനൊക്കെ അവൾ മറുപടിയും നൽകുന്നുണ്ട്. അവൾ ഒരു സ്റ്റണ്ട് വുമൺ ആണ്. തങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു, പരസ്പരം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെ അറിഞ്ഞിട്ട് ജുവൻ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തായാലും തൽക്കാലം ഒരു തീരുമാനം പറ്റുന്നില്ല. അതുകൊണ്ട് അവളുടെ നമ്പർ തന്നിട്ട് തൽക്കാലം അവിടെ നിന്ന് പോവാൻ അവൻ പറയുന്നുണ്ട്. നിന്റെ ഫോണിൽ തന്നെ നീ എടുത്ത എൻ്റെ ഒരു ഫോട്ടോയ്ക്കൊപ്പം എൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ നിനക്ക് മനസ്സിലാവുമെന്ന് അവൾ പറയുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നീ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെ പെരുമാറിയാലും എനിക്ക് തോന്നുന്ന ഒരു പ്രശ്നമേ ഇല്ല. കാരണം നീ ജീവിച്ചിരിക്കുന്നതെന്ന് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അതുകൊണ്ട് നീ എന്ത് തെറ്റ് ചെയ്താലും നിന്നോട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് റായിം കരയുന്നതിനിടയിൽ പറയുന്നുണ്ട്. അവൾ പോയ ശേഷം ജുവൻ അവളെപ്പറ്റി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പുറത്തുകൂടി നടക്കുന്ന സമയത്ത് മുമ്പത്തെ പോലെ തന്നെ അവൾ ഒപ്പം നടക്കുന്നത് പോലെയൊക്കെ അവന് ഫീൽ ചെയ്യുന്നു. എന്തിനാണ് ഇങ്ങനെ എപ്പോഴും അവളെപ്പറ്റി ചിന്തിക്കുന്നത് എന്ന് അവന് മനസ്സിലാവുന്നില്ല. റായിം ഹോസ്പിറ്റലിലേക്ക് തന്നെയായിരുന്നു തിരികെ പോയത്. അയോങ് അവൾക്ക് ഫുഡും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ജുവൻ അവിടേക്ക് എത്തിയത്. ഓർമ്മകളില്ലെങ്കിലും അവൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ എന്നോർത്ത് റായിമിന് ചിരി വരുന്നുണ്ട്. അവനെ കണ്ടപ്പോൾ അയോങ് അവർക്ക് പ്രൈവസി നൽകാനായി പുറത്തേക്ക് പോകാൻ തയ്യാറാവുന്നുണ്ട്. പുറത്ത് നിൽക്കുന്ന ആളോട് അകത്തേക്കൊന്ന് കയറി വരാൻ പറയാൻ ജുവൻ അവളോട് പറയുന്നു. പുറത്ത് നിൽപ്പുണ്ടായിരുന്നത് കിം ആയിരുന്നു. ഒരു ടേബിളിൽ റായിമിനുള്ള ഫുഡൊക്കെ വളരെ അലങ്കരിച്ച രീതിയിൽ ജുവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കിം അതുമായി അകത്തേക്ക് കയറി വരുന്നു. അത് കണ്ടപ്പോൾ തന്നെ റായിമിന് ചിരി വരുന്നു. മുമ്പും അവൻ ഇതേപോലെ ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ അവൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴും അത് തന്നെ ആവർത്തിച്ചിരിക്കുന്നത് കണ്ട് കിമ്മിന് പോലും ചിരി വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ രീതികൾക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് കിം ചിരിയോടെ റായിമിനോട് പറയുന്നു. നിങ്ങൾ തമ്മിൽ നല്ല പരിചയമുണ്ടോ എന്ന് ജുവൻ അത് കണ്ട് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിലല്ല പരിചയമുള്ളത്, നിങ്ങൾ തമ്മിലാണ് ശരിക്കും പരിചയമുള്ളത് എന്ന് പറഞ്ഞ് കിം അയോങ്ങിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. റായിം പണ്ടത്തെ പോലെ ആ മെഴുകുതിരികളൊക്കെ ഒരു സ്പൂൺ എടുത്ത് കാണിച്ചു വെക്കുന്നു. ജുവൻ പഴയതുപോലെ അവളെ വഴക്ക് പറഞ്ഞുകൊണ്ട് അതൊക്കെ വീണ്ടും കത്തിച്ചു വെക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ റായിമിന് ശരിക്കും ചിരിയാണ് വരുന്നത്. അവൻ പിന്നെയും ഓരോന്നൊക്കെ അവളോട് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം മുമ്പ് അവൻ ഒരു വട്ടമെങ്കിലും ചോദിച്ചിട്ടുള്ളതാണ്. പഴയതുപോലെ തന്നെ അവൾ അതിനെല്ലാം മറുപടി പറയുകയും ചെയ്യുന്നു. അവളെപ്പോലെ ഒരാൾ തൻ്റെ ഗേൾ ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞത് അവൻ ഇതുവരെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. എങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിന്നെ എൻ്റെ ഗേൾ ഫ്രണ്ട് ആക്കിയത്? നിൻ്റെ അച്ഛൻ നല്ല ഫാമിലി സെറ്റപ്പുള്ള ഒരാളാണോ? എനിക്ക് അദ്ദേഹത്തെ അറിയാമോ എന്നൊക്കെ അവൻ അവളോട് ചോദിക്കുന്നുണ്ട്. അച്ഛനെ അറിയാമെങ്കിലും അദ്ദേഹം ആരാണ് എന്ന് അവളിപ്പോൾ പറയുന്നില്ല. തനിക്ക് അവളുടെ അച്ഛനെ അറിയാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവന് സമാധാനമാവുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം അതിനെക്കുറിച്ച് പറയണമെന്നില്ല, പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് അവൻ ആ വിഷയം വിടുന്നു. നാളെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നത് എന്ന് അവൾ പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വരണമെന്നാണോ നീ പറയുന്നത് എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. നീ ഇന്ന് വന്നതുപോലെ നാളെയും എന്നെ കാണാൻ എന്തെങ്കിലും എക്സ്ക്യൂസ് ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ തന്നെ നിനക്കൊരു റീസൺ തന്നതാണ്. നീ മുമ്പും ഇങ്ങനെ തന്നെ ആയിരുന്നു. എന്തായാലും നീ നാളെയും എന്നെ കാണാൻ ഉറപ്പായും വരുമെന്ന് റായിം കോൺഫിഡൻസോടെ പറയുന്നു. ജുവൻ എന്തോ അതൊന്നും കേട്ടു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ചെവിയും പൊത്തിക്കൊണ്ട് അവൻ അവിടെ നിന്ന് വേഗം ഇറങ്ങി പോകുന്നുണ്ട്. റായിമിന് ഇതൊക്കെ കണ്ടപ്പോൾ വളരെ ക്യൂട്ടായിട്ടാണ് തോന്നുന്നത്. അവൾ അങ്ങനെ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി അവൾ ആക്ഷൻ സ്കൂളിലേക്ക് എത്തുന്നു. അവിടെയുള്ള എല്ലാവരും അവളെ വെൽക്കം ചെയ്യാനായി ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. അവളെ കണ്ടപ്പോൾ ജെങ്സ് അവളെ കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഈ സമയത്താണ് ജുവൻ അവിടെ എത്തിയത്. അവർ അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ട് നീ എന്നെ ചീറ്റ് ചെയ്യുകയാണോ? നിനക്ക് വേറെ ബോയ് ഫ്രണ്ട് ഉണ്ടോ? നീ ഒരേ സമയത്ത് രണ്ടുപേർ ചീറ്റ് ചെയ്യുകയാണോ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. ആദ്യം അവൻ്റെ പെരുമാറ്റം കണ്ട് അവിടെ ഉള്ളവരെല്ലാം അമ്പരക്കുന്നു. അവനെ ഓർമ്മ നഷ്ടപ്പെട്ടതൊന്നും അവരാരും അറിഞ്ഞിരുന്നില്ല. അവരെ ആരെയും ഒരു പരിചയമില്ലാത്തതുപോലെയാണ് അവൻ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഞാൻ നിങ്ങളോട് പിന്നീട് വിശദമായി പറയാമെന്ന് പറഞ്ഞ് അവൾ അവനെ മാറ്റി നിർത്തി സംസാരിക്കുന്നു. ഞാൻ ആക്ഷൻ സ്കൂളിലുണ്ട് എന്ന് നീ എങ്ങനെ അറിഞ്ഞു? നിനക്ക് ഓർമ്മകൾ തിരികെ കിട്ടുക എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഓർമ്മകളൊന്നും വന്നിട്ടില്ല, പക്ഷേ ഞാൻ നിന്നെ ഫോളോ ചെയ്യാൻ ഒരാളെ ഏർപ്പാടാക്കിയിരുന്നു. അങ്ങനെയാണ് നീ എങ്ങോട്ടാണ് പോയെന്ന് അറിഞ്ഞത് എന്ന് അവൻ പറയുന്നു. അത് കേട്ടപ്പോൾ അവൾ ദേഷ്യം വന്ന് പതിവ് പോലെ അവൻ്റെ കാൽ ചവിട്ടാനായി കാൽ ഉയർത്തുന്നുണ്ട്. പക്ഷേ ജുവൻ ഓട്ടോമാറ്റിക്കായി കാൽ മാറ്റുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവന് മനസ്സിലാവുന്നില്ല. നീ ഇതിനു മുമ്പും ഇതേപോലെ തന്നെ ചവിട്ടിയിട്ടുണ്ടോ എന്നവൻ ചോദിക്കുന്നു. നിനക്ക് ഓർമ്മകളില്ലെങ്കിലും നിന്റെ ശരീരം ഇതൊക്കെ ഓർക്കുന്നുണ്ട് എന്ന് അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നു. ഓരോന്ന് പറഞ്ഞ കൂട്ടത്തിൽ അവൻ്റെ ട്രാക്ക് സ്യൂട്ടിനെ പറ്റിയും അവർ സംസാരിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ അവൻ അതിൻ്റെ വിലയെ പറ്റിയും മറ്റും പറയാൻ തുടങ്ങിയപ്പോൾ റായും വേഗം അവനെ കെട്ടിപ്പിടിക്കുന്നു.
21 വയസ്സുള്ള നിന്നെയും ഞാൻ അറിയാതെ ഇഷ്ടപ്പെട്ട് പോവുകയാണ് എന്ന് റായും പറയുന്നുണ്ട്. അവൾ അങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോൾ ജുവൺ ആദ്യം വന്ന് അമ്പരക്കുന്നുണ്ടെങ്കിലും അവനും പതുക്കെ പതുക്കെ അവളെ ചേർത്ത് പിടിക്കുന്നു. ജുവണിനെ സംബന്ധിച്ച് ഇതൊക്കെ അവന് ആദ്യമായിട്ടാണ്. അതിന്റെ എക്സൈറ്റ്മെന്റ് അവന്റെ മുഖത്ത് കാണാം. റായും ഇങ്ങനെ ഉണർന്നതും ജുവൺ പിന്നെയും അവളുടെ പുറകെ ചെല്ലുന്നതുമൊക്കെ അവന്റെ അമ്മയും അറിയുന്നു. അങ്ങനെ അടുത്ത ഒരു ദിവസം അവർ വീണ്ടും റായിമിനെ വീട്ടിലേക്ക് വിളിപ്പിച്ച് അവൾ അവനെ വിട്ടു പോകാൻ യാതൊരു ഉദ്ദേശവും ഇല്ലേ എന്ന് ചോദിച്ച് അവളെ കുറെ വഴക്ക് പറയുന്നുണ്ട്. പക്ഷേ ഇനി അവർ എന്തൊക്കെ പറഞ്ഞാലും അവനെ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറല്ല. അവനുമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തന്റെ തീരുമാനമെന്ന് റായും അറിയിക്കുന്നുണ്ട്. അവനിപ്പോൾ നിന്നെ ഓർമ്മ പോലുമില്ല, പിന്നെ എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? എൻ്റെ മകനാണെങ്കിലും നിന്നെ ഓർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഓർമ്മകളൊന്നും തിരികെ കിട്ടരുതെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ അവർ ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ജുവണിനെ താൻ ഉപേക്ഷിക്കില്ല എന്ന് റായും തീർത്ത് പറയുന്നു. അത് മാത്രമല്ല, അവനെ തനിക്ക് നൽകണം, അവന് സന്തോഷമുള്ള ഒരു ജീവിതം നൽകാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ അവർ അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നുമുണ്ട്. അവൾ അവിടെ നിന്ന് തിരികെ വീട്ടിലെത്തിയപ്പോഴേക്കും കിം അവളെ അന്വേഷിച്ച് അവിടെ എത്തുന്നുണ്ട്. അവളെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ ജുവൺ പറഞ്ഞയച്ചതാണ് അവനെ. അങ്ങനെ അവൾ അവൻ്റെ ഒപ്പം ജുവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഞാൻ എന്തുകൊണ്ടാണ് നിന്നെ ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എനിക്കൊന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങൾ നീ ഇവിടെ എനിക്കൊപ്പം താമസിക്കണം. അതിനുശേഷവും എനിക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് പോവേണ്ടി വരും എന്ന് അവൻ പറയുന്നു. റായമിന് ഇത് കേട്ടപ്പോൾ ചിരി വരുന്നുണ്ട്. അവൾ ചിരിക്കുന്നത് കണ്ട് ഞാനിത് മുമ്പും പറഞ്ഞിട്ടുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. ഇത് മാത്രമല്ല, ഒരുമിച്ച് കിടക്കണമെന്നും എൻ്റെ ഒപ്പം കുളിക്കണമെന്നും ഒക്കെ പറഞ്ഞ് നീ എൻ്റെ പുറകെ കുറേ നടന്നിട്ടുണ്ട് എന്ന് അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ആഴത്തിലാണ് നമ്മുടെ ബന്ധമെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞ് അവൻ നേരെ അവളുടെ മുന്നിൽ ചെന്നിരുന്നിട്ട് നമ്മൾ എപ്പോഴെങ്കിലും കിസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. റായം അതിന് മറുപടി ഒന്നും പറയുന്നില്ല. ഇതേപോലെ നമ്മൾ എപ്പോഴെങ്കിലും കിസ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.